ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയൊരു മീനും കൂടിയാണ്. വണക്ക മീൻ വെച്ചിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല നോക്കാം. ആവശ്യത്തിന് മുളക് പൊടി 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാനിവിടെ പുളിയും വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഞാൻ പുളിയും വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയൊരു മീനും കൂടിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ മീൻ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ മസാല നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡൊന്നും മസാല തേച്ച് പിടിപ്പിക്കുക. മസാല എല്ലാ സൈഡും തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കുക. അതിൽ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് കറി ലീവ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ നങ്ക് ഫ്രൈ ഇവിടെ റെഡിയാണ്. നങ്ക് ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈസി ആയ റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനെല്ലാ സൈഡൊന്നും നമുക്ക് മറിച്ച് കൊടുക്കാം. ഇത് നമുക്ക് വേഗം വെന്ത് കിട്ടും ഈ മീൻ. അധികം നേരം ഫ്രൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പം നമ്മൾ നങ്ക് ഫ്രൈ ഇവിടെ റെഡിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റി ആയൊരു മീനും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.